ഇവിടെ ഇപ്പോൾ ഈ ഡ്രയറിൽ നമ്മൾ ചെമ്മീൻ ഉണക്കും, അതുപോലെ ചെറിയ മത്സ്യങ്ങൾ അയില, മത്തി, പിന്നെ ചെറിയ മുള്ളൻ അങ്ങനത്തെ സാധനം ഉണക്കി അത് നമ്മൾ പാക്ക് ചെയ്തിട്ട്. ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നുള്ളത് കണ്ണൂർ വെങ്ങര വെള്ളച്ചാൽ എന്ന സ്ഥലത്താണ്. ഇവിടെ മിയ ഡ്രൈ ഫിഷ് യൂണിറ്റിലേക്ക് വന്നേക്കാണ്. ഇവരിവിടെ ചെമ്മീൻ അതുപോലുള്ള ചെറിയ ചെറിയ മീനുകളൊക്കെ നമ്മുടെ 20 ടൺ ഡ്രയർ ഉപയോഗിച്ച് ഉണക്കി ഇവിടെ പാക്കറ്റാക്കി സെയിൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പാക്കറ്റുകൾ ചെറിയ ചെറിയ പാക്കറ്റാക്കിയിട്ടാണ് അവർ സെയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം തണൽ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം നമ്മുടെ നാട്ടിലൊക്കെ കുടുംബശ്രീ അങ്ങനെയുള്ള പോലെയുള്ള ഇവിടെയുള്ള പുരുഷന്മാരുടെ ഒരു യൂണിറ്റാണ്. ഒരു 14 പേരടങ്ങുന്ന ഒരു സംഘമാണ് വരുന്നത്. അപ്പോൾ ഞാനിന്ന് വന്നപ്പോൾ ഇവിടെ കുറച്ച് ചെമ്മീൻ സംഭവങ്ങളൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെഷീനിൽ കുറച്ച് മീനുകൾ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവരുടെ മിയ ഡ്രൈ ഫിഷ് സംഭവങ്ങൾ വരുന്നത്. നിങ്ങൾക്കിവിടെ കാണാം. ഇതാണ് പാക്കിങ് വരുന്നത്. സ്ഥാപനത്തിൻ്റെ അകത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ. ഇപ്പോൾ ഇവിടെ ചെമ്മീൻ കുറച്ച് ഉണക്കി വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ തന്നെ കുറച്ച് ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചേട്ടനെ വിളിക്കാം നമ്മുടെ വീഡിയോയിലേക്ക്. ചേട്ടാ വരൂ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ചേട്ടനെ ഒന്ന് ആൾക്കാർക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് കൊടുത്തോളൂ. എന്താണ് എൻ്റെ പേര്? എൻ്റെ പേര് അശോക്. അപ്പോൾ ചേട്ടാ ഇവിടെ എന്തൊക്കെ സംഭവമാണ് ചെയ്യുന്നത്? ഇവിടെ ഇപ്പോൾ ഈ ഡ്രയറിൽ നമ്മൾ ചെമ്മീൻ ഉണക്കും, അതുപോലെ ചെറിയ മത്സ്യങ്ങൾ അയില, മത്തി, പിന്നെ ചെറിയ മുള്ളൻ അങ്ങനത്തെ സാധനം ഉണക്കി അത് നമ്മൾ പാക്ക് ചെയ്തിട്ട്. അത് ഇപ്പോ എല്ലായ്പ്പോഴും നമ്മൾ ഈ ഡ്രയറിലാണ് ഉണക്കുന്നത്. ഇപ്പൊ മഴക്കാലത്തും വെയിലും ഇത് നമ്മൾ ചെയ്തെല്ലാം ഈ ഡ്രയറിൽ തന്നെയാണ്. ചില അത് ഓപ്പൺ ആയിട്ട് ഉണക്കിക്കൂടാ. അതിവിടെ ഡ്രയറിൽ തന്നെയാണ് ഉണക്കുന്നത്. അല്ല, ഡ്രയർ തന്നെ. അതെന്താണ് അങ്ങനെ ഒരു വെയിലത്തും സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ്? അല്ലല്ല, അത് അതിന്റെ പ്രത്യേകത വെച്ചാല് ഇതിൽ ഉണക്കി കഴിഞ്ഞാൽ ഇതിന് സാധാരണ നമ്മൾ ഉണക്കച്ചെമ്മീൻ ഒരു മാസം കൊണ്ട് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ, പുറത്ത് വെയിലത്തിട്ട് ഉണക്കിക്കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് ആ ചെമ്മീൻ നശിക്കും, വെച്ചു. ഈ ഡ്രയറിലാണെങ്കിൽ ആ ഒരു 6 മാസം വരെ നമുക്കിങ്ങനെ പാക്കിങ്ങിന്റെ അതേ കളറിൽ തന്നെ അതാണ് നിൽക്കുകയും ചെയ്യും. മാത്രമല്ല ഇതിൽ അണുക്കളോ മറ്റുള്ളൊന്നും ഉണ്ടാവില്ല. നമ്മൾ അങ്ങനെ അതിന്റെ വെള്ളം ചേർത്തുകൊണ്ട് കഴുകി ക്ലിയർ ചെയ്തിട്ട് ചെയ്തുകൊണ്ട്, അതുപോലെ ഏത് സാധനം നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിൽ വെക്കൽ. കഴുകി ക്ലിയർ ചെയ്തിട്ട് ഉണക്കൽ. 8 മണിക്കൂറിലും വേണ്ടി വരും ചിലപ്പോൾ ഉണക്കിട്ട് ചെമ്മീൻ ഉണങ്ങാൻ. അപ്പൊ ടെമ്പറേച്ചർ സംഭവങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഉണക്കാൻ വെച്ചിട്ടുണ്ടോ? ഉണക്കിയത് ഇന്ന് ഉണക്കിയതിന്റെ ഇവിടെ ഓൾറെഡി ഉണങ്ങി കഴിഞ്ഞിട്ടുള്ളതാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടുള്ളതാണ്. നമുക്കിവിടെ കാണാം. ഓൾറെഡി ഉണങ്ങി കഴിഞ്ഞിട്ടുള്ളതാണ് ഇന്ന്. ഇതേ മെഷീൻ ഓഫ് ചെയ്തിട്ടേക്കാണ്. നല്ല കളർ ഉണ്ട്, റെഡ് കളറിൽ തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാതെ പ്രതീക്ഷിക്കുന്നു. നല്ല റെഡ് കളറിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ടല്ലോ. അതും ഇതിപ്പോ ഏകദേശം 8 മണിക്കൂറാണ് എടുത്ത് ഉണങ്ങാനായിട്ട്. ഏകദേശം ചിലതിൽ 8 മണിക്കൂർ എടുക്കും. ചില വലിപ്പം കുറഞ്ഞ ചെമ്മീനാണെങ്കിൽ ഇതിപ്പോ ചെറിയതാണ്. ഇത് നമുക്കൊരു 5-6 മണിക്കൂറിനുള്ളിൽ 5-6 മണിക്കൂർ കൊണ്ട് തന്നെ ഇത്രയും കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ട് ഉണങ്ങി കിട്ടും അല്ലേ? ഇതിനേക്കാൾ കുറച്ച് വലുതുണ്ട്, അത് ഇവിടെ ഉണ്ട്. അത് 8 മണിക്കൂർ ഏകദേശം നമ്മുടെ 8 മണിക്കൂർ വരെ അത് കിട്ടുള്ളൂ ഉണങ്ങാനായിട്ട് വേണ്ടി വരുന്നല്ലേ. മാത്രമല്ല ഇത് നന്നായി ഉണങ്ങണം. നല്ല ഫുള്ള് വെള്ളം ഇന്ന് പോകണം. നന്നായി ഉണങ്ങിയില്ലെങ്കിൽ ഇത് മോശമല്ലേ, അതിന് പെട്ടെന്ന് ഫംഗസ് ആവുകയും. ഫ്രീ ആയിട്ട് ഇങ്ങനെ കഴിക്കുന്നതിന് പ്രശ്നമില്ല. അത്ര ഫിൽറ്റർ ചെയ്തിട്ട് വേവിച്ചെടുക്കുമ്പോൾ ഇത് നമ്മളിപ്പോ കടയിൽ ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുണ്ട് പോലെ അവര് മറ്റേതെന്ന് അടിച്ച് വെള്ളത്തിലിട്ട് കഴിയും. ഇതൊന്നും ചെയ്യണ്ട. നമുക്ക് സെപ്പറേറ്റ് വീണ്ടും എന്താ ചെയ്യേണ്ടത്, മസാല കൂട്ടി എന്താ ചെയ്യണം, ചമ്മന്തിയാക്കാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. റെഡി ടു കുക്ക് ആണ് സംഭവം. അതാണ് ഇതാണ് ഇതിന്റെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം മിയ ഡ്രൈ ഫിഷ്. അപ്പൊ ഇതെന്താ ഈ മിയ എന്നുള്ളൊരു പേരിടാനായിട്ടുള്ള കാരണം ഉണ്ടായത്? മിയ എന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ഒരു കുറെ എല്ലാ മേഖലയിലും നമ്മൾ ഇതിന്റെ അന്വേഷണം നടത്തി. നമ്മൾ വേറെ ഒന്നിലേക്ക് ടച്ച് ചെയ്യാൻ പാടില്ല, അപ്പൊ അതൊരു കംപ്ലൈന്റ് ആയി മാറും. അപ്പൊ നമ്മളിത് നമ്മളെ ഇവിടെ മിയ വനമുണ്ട്, നമ്മൾ തന്നെ മിയ വാക്കി ഇതിന്റെ വനമുണ്ട്. അപ്പൊ എല്ലാം ഒരു മിയാന്റെ തന്നെ ആയിക്കോട്ടെ, നമ്മൾ പ്രോഡക്റ്റ് എല്ലാം ഇപ്പൊ നമ്മൾ വേറെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിലൂടെ ഈ മിയാന്റെ തന്നെ മറ്റുള്ള പ്രൊഡക്റ്റും ഇതിലേക്ക് നമ്മൾ വരുത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അച്ചാർ മുതൽ അച്ചാർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അച്ചാർ അത് കുറച്ച് ആൾക്കാർക്ക് ഇപ്പൊ അതിന് നമുക്ക് ചെമ്മീൻ നല്ല ചെമ്മീൻ കിട്ടാൻ കുറച്ച് വിഷമമായോട് നമ്മൾ ഇപ്പൊ നിർത്തി വെച്ചേക്കും. അപ്പൊ ഈ ചെമ്മീനൊക്കെ ഇവിടെ നിന്നാണ് വരുന്നത്? ഇതെല്ലാം നമ്മൾ ഈ പുഴയിൽ തന്നെ, നമ്മൾ ഈ കാണുന്ന ഇപ്പൊ ഒരു 7:30 ആകുമ്പോൾ ഈ ചെമ്മീനോട് എത്തും. അപ്പൊ ചിലപ്പോ രാത്രി വെക്കും, അല്ലെങ്കിൽ പകലിട്ടുന്ന അന്നേരം തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്ര ഫ്രഷ്നെസ്. അല്ലെങ്കിൽ ഒരു ചെമ്മീൻ ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ ചെമ്മീനാണെങ്കിൽ അതിന് ചോപ്പ് കിട്ടൂല, ഇത്ര കളർ കിട്ടൂല. ഒരു ഫ്രഷ് ചെമ്മീനാണെങ്കിലാണ് ആ ചോപ്പ് ആ ഒരു ക്വാളിറ്റി കിട്ടുള്ളൂ. അപ്പോ ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കായൽ വരുന്നുണ്ട്. അപ്പോ അവിടെ നിന്ന് പിടിക്കുന്ന ചെമ്മീനാണ് ഇപ്പൊ ഇതിൽ ഉണക്കി എടുക്കുന്നത്. അതും വരുമ്പോ തന്നെ ഇവരിത് കഴുകി നമ്മുടെ മെഷീനിൽ വെച്ച് ഉണക്കാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് അപ്പുറത്തും വരുന്നുണ്ട്. ഇവിടെ ഇത് അതിപ്പോ യൂസ് എടുത്തു കളഞ്ഞ ഇതിലിപ്പോ എടുത്തൂല, ഉണക്കിയത് എടുത്തൂലെ. ഇതാണ് ട്രേസ് വരുന്നത്. ഈ ട്രേസ് എല്ലാം തന്നെ
സ്റ്റീലാണോ ചേട്ടതെല്ലാം? ഇതെല്ലാം സ്റ്റീൽ ട്രേസ് ആണ് വരുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് ആണ് വരുന്നത്. അപ്പൊ ഇതിൽ ചേട്ടൻ ചെമ്മീൻ മാത്രമാണോ ഉണക്കുന്നത്? അല്ല, നാളികേരം ഉണക്കാറുണ്ട്. നാളികേരം ഉണക്കാറുണ്ട് അല്ലേ? കട്ട് ചെയ്തെടുത്തിട്ട് ഉണക്കാറുണ്ട്. വേറെ എന്തെങ്കിലും ഉണക്കാറുണ്ടോ പച്ചക്കറികളായിട്ടോ? അങ്ങനെ പച്ചക്കറികൾ അങ്ങനെ ഇപ്പൊ നമ്മൾ ചെയ്തില്ല അതിന്റെ. അപ്പൊ ഇത്രയും നേരം നമ്മൾ അശോകൻ ചേട്ടൻ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇവരുടെ സംഘത്തിലുള്ള വേറൊരു ചേട്ടനോട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ചേട്ടനോട് ഞാൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യണം. ചേട്ടാ വന്നു, ചേട്ടനൊന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് പവിത്രൻ. ഞാൻ തൊട്ടടുത്ത് തന്നെ, എൻ്റെ വീട് തൊട്ടടുത്താണ്. അപ്പൊ ഞങ്ങളിങ്ങനെ കുറെ ഈ ആദ്യം ചെറിയ രീതിയിൽ ചില സംരംഭങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് സംഘം രൂപീകരിച്ച് 2007 ഞങ്ങൾ സംഘം രൂപീകരിക്കുന്നത്. അപ്പൊ 2007 ശേഷം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി തന്നെ പിന്നെ നമ്മൾക്ക് ധാരണയുണ്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. പക്ഷെ ഈ പ്രദേശത്തിന്റെ ചില പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് കുറച്ച് ഉള്ളോട്ടായതുകൊണ്ട് ഇത് നമുക്ക് ഇതെല്ലാം പ്രൊജക്ട് ചെയ്യാൻ ഉള്ളൊരു പ്രയാസമുണ്ട്. അപ്പൊ നമ്മളിവിടെ ആദ്യം ചെറിയ രീതിയിൽ ഒരു മത്സ്യം വളർത്തലൊക്കെ ഇടക്ക് നടത്തി. കൂടാതെ നമ്മള് പോത്തിനെ വളർത്തി. അപ്പൊ അങ്ങനെ ഒരുപാട് ഇവിടെ എത്തിയത്. അപ്പൊ കുറച്ചും കൂടെ കാര്യം അത്ര പ്രസക്തമായി തന്നെ ചെയ്യണം എന്നാണ് ഉദ്ദേശമുള്ളത്. പിന്നെ മറ്റു തരത്തിലുള്ള മത്സ്യങ്ങൾ ഉണക്കാൻ ആദ്യം ഞങ്ങൾ മത്സ്യം വളർത്തി വിതരണങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ ഒരു അനുഭവങ്ങളായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഇതിനൊന്ന് ഡെവലപ്പ് ചെയ്യണം. അതിന് മാർക്കറ്റിങ്ങിന്റെ നമ്മൾ ഈ റെഡി ടു കുക്കില്ലേ, ഇതിപ്പോ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ റെഡി ടു കുക്കാണ് നമുക്ക് മീനൊക്കെ വരുന്നത്. അതേപോലെ മറ്റ് ഫ്രഷ് മത്സ്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതാത് സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്ന ഒരു ആശയം കൂടെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മളിപ്പോ അത് നമ്മുടെ ആലോചനയിലുള്ള ഒരു വിഷയം. ഈ മെഷീൻ എടുത്തിട്ട് ഈ സംരംഭം തുടങ്ങിയിട്ട് എത്ര നാളായി ഉണ്ടാവും? ഇതിപ്പോ കഴിഞ്ഞ ഒരു വർഷമായിട്ടില്ലല്ലോ. ഒരു വർഷം തന്നെ എടുത്തായിട്ടുള്ളൂ. 23 തന്നെയാണ് എടുത്തത്. 23 സ്റ്റാർട്ടിങ്ങിലാണ് എടുത്തത്. ഒരു വർഷം ആയിട്ടില്ല ഇതുവരെ. അപ്പോ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, ഇതിലിപ്പോ അശോകൻ പറഞ്ഞ പോലെ ചെമ്മീനും നാളികേരും മാത്രമാണ് ഇതിൽ ഉണക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഈ മെഷീനിൽ ചെമ്മീനും നാളികേരും മാത്രമല്ല, പച്ചക്കറികൾ, പഴങ്ങൾ, മീൻ, ഇറച്ചി, മുളക്, മല്ലി, അങ്ങനെയുള്ള എന്ത് സംഭവവും നല്ല രീതിയിൽ ഉണക്കിയെടുക്കാനായിട്ട് വരും. അത് അതിന്റെ ക്വാളിറ്റി മാറാതെ, കളർ ടെക്സ്ചർ ഒന്നും മാറാതെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉണക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ചേട്ടാ, ഇതിപ്പോ ഈ മെഷീൻ മേടിച്ചു, സംരംഭം ഇവിടെ വരെ എത്തി നിൽക്കുകയാണ്. ഇനി അടുത്തൊരു പ്ലാൻ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതേപോലെയുള്ള നല്ല ക്വാളിറ്റിയുള്ള മീൻ വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇത് ലഭ്യമാക്കാനായിട്ട് പറ്റുക? ലഭ്യമാകുന്ന ഞങ്ങളെ അഡ്രസ്സ് തന്നെ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. ഇപ്പോൾ കാസർഗോഡ് നമ്മൾ കൃത്യമായി തന്നെ പാക്കറ്റ് ചെയ്തു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പരിസരത്തുള്ളവരൊക്കെ ഇവിടെ വന്നുകൊണ്ട് മേടിക്കുന്നുണ്ട്. ഇവിടുന്ന് വാങ്ങി 10-25 പാക്ക് വാങ്ങിക്കൊണ്ടുപോയി അവര് തന്നെ നമ്മളുടേതായ ഒരു വില നിശ്ചയിച്ച് അവർക്ക് കൊടുക്കും. അതിന്റെ ലാഭം ഇതിലിപ്പോ 100 ഗ്രാമിന് 1.20 നമ്മൾ കോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്നത് അവരുടെ ഈ ബിസിനസ് അവരുടെയും കൂടെ ലാഭം കണ്ടുകൊണ്ട് നമ്മൾ ഇതിന്റെ കൃത്യമായ നെറ്റ് വെയിറ്റും തൂക്കമെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ്. നല്ല ഫ്രഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുഴയിൽ നിന്ന് കിട്ടുന്ന ചെമ്മീൻ. അത് മാത്രമല്ല ഈച്ചയോ വണ്ടോ ഒന്നും ഇരിക്കാതെ തന്നെ വളരെ വൃത്തിയായി തന്നെ അപ്പൊ തന്നെ ഉണക്കിയെടുക്കണം. ടൈം നമ്മ ഇവിടെ വെച്ച് ഇതാക്കുന്നില്ല. അന്നേരം തന്നെ അതിപ്പോ ഒരു രാത്രി 8 മണിക്കാണ് കിട്ടുന്ന ആ സമയത്ത് തന്നെ നമ്മളിത് ഉണക്കിയെടുക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് മറ്റൊന്നുമായി ഇത് ചെയ്ത് പോകുന്നില്ല. അതുകൊണ്ട് അതുമല്ല മറ്റുള്ളതൊക്കെ കളർ ചേർക്കും, മറ്റ് ഇതിൽ യാതൊരുവിധ വിഷയങ്ങളും വരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ഒരു ബിജു എന്ന് പറഞ്ഞാണ്. അപ്പൊ അയാൾ തളിപ്പറമ്പല്ല കാസർഗോഡ് ജില്ലയിൽ കുമ്പള മറ്റങ്ങനെയുള്ള മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ അയാൾ ഈ സാധനം കൊണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞു എനിക്ക് ഈ ഉണക്ക് ചെമ്മീനൊന്നും കൂട്ടിയ വയറുവേദന ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഞാനത് ഉപയോഗിക്കില്ല. അപ്പൊ ഇവൻ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ സാധനം ഞങ്ങൾ പിന്നെ ഇതേപോലെ ചെയ്ത് നല്ല വൃത്തി തന്നെയാണ്, ഈച്ചയോ വണ്ടോ ഒന്നും ഇരിക്കാണ്ട് ചെയ്യുന്ന സാധനമാണ്. ഇത് നിങ്ങൾ കൂട്ടി നോക്കിയിട്ട് പറ്റിയും പിന്നെ നിങ്ങൾ വാങ്ങണ്ടെന്ന് അങ്ങനെ അയാളുമായിട്ട് എഗ്രി ചെയ്ത് അങ്ങനെ അയാൾ ഇപ്പോഴെന്നും ഈ ചെമ്മീനെ അന്വേഷിച്ചുകൊണ്ട് ആ ഒരു വസ്തുത അത്. അപ്പൊ നമുക്ക് തന്നെ അതൊരു അത്ഭുതമായി. അപ്പൊ ആ ഒരു ഇത് അങ്ങനെ ഒരു വിഷയമുണ്ട്. അതുപോലെ ഇതിപ്പോ ഞാൻ ചോദിക്കണമെന്ന് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആർക്കില്ല ഇത് കുറച്ച് ബൾക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറ്റുമോ? അപ്പൊ നമുക്ക് ഇവരുടെ വീഡിയോ അല്ല ഇതില് ഒന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ചെമ്മീൻ തന്നെ ചിലപ്പോ നമ്മളിപ്പോ കൊടുക്കുന്നത് 80 റുപ്യക്കാണെങ്കിൽ ഇത് തന്നെ ഇതേ ചെമ്മീനോ എല്ലാം കാണാനും ഒരുപോലെ ഇരിക്കും. 400 രൂപക്കും 300 രൂപക്കും കിട്ടുമെന്ന് അവര് പറയും. പക്ഷെ നമുക്കൊരിക്കലും ഈ സാധനം ആ വിലക്ക് കൊടുക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇതിന്റെ മുകളിൽ നമ്മുടെ ശ്രദ്ധയും കേന്ദ്രീകരിച്ച് എന്ന് പറഞ്ഞാൽ ആർക്കും ഇതിനെ കൊണ്ടൊരു വിഷയം ഉണ്ടാകാൻ പാടില്ല. ഇത് കഴിച്ചവർക്കായിരിക്കും
അങ്ങനെ അത്ര വ്യക്തമായ ധാരണയോടുകൂടിയാണ് ഇത് നമ്മൾ പിന്നെ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് വാങ്ങുന്നവർക്ക് ധൈര്യമായിട്ട് വാങ്ങാനും പറ്റും. ഇത് അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു ഗുണം അത്രയും ക്വാളിറ്റിയിലാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ചെമ്മീൻ ഉപയോഗിക്കാത്ത ഒരാൾ വരെ ഈ ചെമ്മീൻ ഉപയോഗിച്ചിട്ട് അവരിപ്പോ സ്ഥിരം അവരുടെ കസ്റ്റമറാണ് ചെമ്മീൻ ഉപയോഗിക്കുന്നവര്. അപ്പൊ നിങ്ങൾക്കും ഇതേപോലെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ചെമ്മീൻ ഇവരുടെ തൊട്ടപ്പുറത്തുള്ള പുഴയിൽ നിന്നുള്ള പിടിക്കുന്ന ചെമ്മീനാണ്. അതും അധികം നേരം വൈകാതെ തന്നെ ചെമ്മീൻ കിട്ടിയ ശേഷം തന്നെ നമ്മുടെ ഈ ഡ്രയറിൽ വെച്ച് ഉണക്കി ഇവർ ഇതേപോലെ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്രയും ക്വാളിറ്റി നിങ്ങൾക്ക് വിശ്വസിച്ച് സംഭവം മേടിക്കാന്നുള്ളതാണ് ഇവരുടെ അടുത്ത്. അപ്പൊ ഇത്രയാണ് ചേട്ടന് പറയാനുള്ളത്. അപ്പൊ അശ്വൻ ചേട്ടാ, ഇപ്പൊ ഇതില് ചെമ്മീൻ മാത്രമാണ് ഉണക്കുന്നു പറഞ്ഞു. അപ്പൊ ഈ മെഷീൻ ഇപ്പൊ ഒരു വർഷത്തിന് അടുത്തായി എടുത്തിട്ടെന്ന് പറഞ്ഞു. എത്രയാണ് വില വന്നിരുന്നു എടുത്തപ്പോ? ഇതിന് 180 പറഞ്ഞിട്ടുണ്ടായി. 1.5 അടുത്താണ് വന്നിരുന്നത് അല്ലെ? പിന്നെ അതിന്റെ മറ്റുള്ള ഉപകരണങ്ങളുണ്ട്. ത്രാസ് മുതൽ ഇത് പാക്ക് ചെയ്യുന്ന മെഷീൻസ് സംഭവമൊക്കെ വരുന്നുണ്ട്. എല്ലാം ഓരോ ക്വാളിറ്റി അനുസരിച്ച് അതിന്റെ കവറിന്റെ വരുന്നത് അല്ലെ? ഓ, അല്ലെങ്കിൽ ഇത് ഇതിന്റെ ഇത് കുത്തി ഇതായി കഴിഞ്ഞാല് ഓണെ ഇതിലേക്ക് എയർ കയറും. അപ്പൊ അത് അപ്പൊ അതിന്റെ ക്വാളിറ്റി പവറും അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നല്ല ക്വാളിറ്റി പാക്കിംഗ് ആണ് വരുന്നത്. നല്ല കട്ടിയുള്ള ക്വാളിറ്റി പാക്കിംഗ് ആണ്. ഇതിന്റെ മുള്ളു സംഭവം ഒന്നും കുത്തിയാലും ഓട്ടോ വരാത്ത രീതിയിലുള്ള പാക്കിംഗ് സംഭവമൊക്കെയാണ് നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ കാണാം മിയ ഡ്രൈ ഫിഷ് എന്നുണ്ട്. അപ്പോ 1.5 ലക്ഷത്തിന് അടുത്താണ് വില വന്നിരുന്നത് പറഞ്ഞ മെഷീനിൽ. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു മെഷീൻ മാത്രമാണ് നോക്കിയിരുന്നത്? ഇതിന്റെ ചെറുതോ വലുതോ എന്തെങ്കിലും നോക്കിയിരുന്നോ? വലുത് നോക്കിയിരുന്നു അല്ലെ? അപ്പൊ ഇനി ഭാവിയിൽ ഇനി വലുത് ഒരെണ്ണം മേടിക്കാനുള്ള പ്ലാൻ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഒരു 20 ട്രെയിനാണ് എടുത്തിട്ടുള്ളത്. 20 ട്രെയിൻ മാത്രമല്ല, ഈ ഡെൽമാർക്ക് നമ്മുടെ കമ്പനിക്ക് ഒരു 3 ട്രേ തൊട്ട് 15 കിലോ കപ്പാസിറ്റി തൊട്ട് 25, 35, 50, 100 അങ്ങനെ പല മെറ്റീരിയലും പല സൈസിലും നമ്മൾ മെഷീൻസ് ചെയ്യുന്നുണ്ട്. അതും കസ്റ്റമറുടെ ആവശ്യപ്രകാരം റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കസ്റ്റമർക്ക് 50 കിലോ ഉണക്കുന്ന മെഷീനാണ് വേണ്ടത്, അങ്ങനെ അതുപോലെ 50 കിലോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും മെറ്റീരിയൽ നമ്മൾ പല മെറ്റീരിയൽ കസ്റ്റമൈസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഔട്ടർ ബോഡി ഹൈലം ഷീറ്റ് ആണ്, ഇത് ഇരുമ്പിൽ, അതുപോലെ തന്നെ ഫുൾ ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലുള്ള മെറ്റീരിയൽ നമ്മൾ മെഷീൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഉണക്കാവുന്ന എന്തെങ്കിലും പച്ചക്കറികളോ പഴങ്ങളോ എന്തെങ്കിലും സംഭവമൊക്കെ ഉണക്കുന്ന മെഷീൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെഷീൻസ് ചെയ്ത് നൽകുന്നതാണ്. അതും ഓൾ ഓവർ നമ്മൾ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള മെഷീൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള ക്വാളിറ്റിയിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ചെമ്മീൻ സംഭവങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെടാന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ നമ്പറും ഞാൻ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് ഇവരെ ബന്ധപ്പെടാന്നുള്ളതാണ്. നല്ല ക്വാളിറ്റിയുള്ള ചെമ്മീൻ, അതുപോലുള്ള ചെറിയ ചെറിയ മീനുകൾ ഇവരുടെ തന്നെ എടുത്തുള്ള പുഴയിൽ നിന്ന് പിടിച്ചിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മീനുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഇവരുടെ കണ്ണൂർ, കാസർഗോഡ് മേഖലകളിലേക്കാണ് കൊടുത്തു വരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബൾക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവർക്കൂടെ അയച്ചു കൊടുക്കാനും നമ്മൾക്കൊക്കെ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ കാണുന്നവരേക്കും ബൈ.